ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും ഒന്നു ചേർന്ന് ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിക്കുവാനും ദൈവകൃപയുടെ വചനത്താൽ നിറയപ്പെടാനുമായിട്ട് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ. ദൈവകരങ്ങളിലേക്ക് ഈ സമയം നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവികമായ ശക്തിയുടെ അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവികമായ കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് തീക്ഷ്ണമായി ഒന്നു ചേർന്ന് നാം പ്രാർത്ഥിക്കുന്ന സമയം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളും മാറി പ്രത്യാശയാൽ നിറയപ്പെടുവാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് തിരുവചനം ശ്രവിക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 35 മുതൽ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണച്ചു ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നാം കണ്ടുമുട്ടുകയാണ്, ഈശോനാഥൻ കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കുകയാണ്. ഈശോനാഥൻ കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ജനക്കൂട്ടത്തെ വിട്ട് ഈശോനാഥൻ വഞ്ചിയിൽ കയറി അക്കര ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കാറ്റുണ്ടായപ്പോൾ കടലിലെ വെള്ളമിളകി അത് വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഞാൻ ഈ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ഒരു ചിന്ത ഇപ്രകാരമാണ്, കാറ്റുണ്ടായത് കൊണ്ടല്ലേ വെള്ളം ഇളകിയതും വെള്ളം വഞ്ചിയിൽ കയറിയതും. ഈശോനാഥൻ അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു കാറ്റ് അവിടെ ഉണ്ടായത്? ഈ കാറ്റ് അവിടെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു തുടങ്ങിയ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതിനെ ഞാൻ ഒരു വശത്ത് വെക്കുകയാണ്. മറുവശത്തേക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതുപോലെ കാറ്റും കോളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇവിടെ കടന്നു വരുമ്പോൾ
ഈ ശിഷ്യന്മാര് യേശുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് വള്ളത്തിൽ വെള്ളം കയറുകയാണെന്ന് ആണെന്നും ഞങ്ങൾ നശിക്കാൻ പോവുകയാണെന്നും അവര് പറഞ്ഞതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ പറയാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ? നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തെ പരിചയപ്പെടാനായിട്ട് ഇടയായി. നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കർഷക കുടുംബം. നല്ല രീതിയിൽ ജീവിച്ചു, കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകുന്നു. ജീവിത പങ്കാളികൾ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ മുന്നേറുന്നു. മക്കള് 3 പേര് നല്ല രീതിയിൽ പഠിക്കുന്നു. കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിതത്തിൽ നന്മയായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം നന്മയായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദേശത്ത് ഒരു മഴവെള്ളപ്പാച്ചിലും ഒരു കാറ്റും ഒക്കെ ഉണ്ടായപ്പോൾ അവർ കൃഷി ചെയ്തിരുന്ന കൃഷിഭൂമി പാടെ നശിച്ചു പോവുകയാണ്. പാടെ നശിച്ചു പോയി എന്ന് മാത്രമല്ല, മറിച്ച് അത് അവരെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ബാങ്കുകളിൽ നിന്നുമൊക്കെ ഒരല്പം ലോണൊക്കെ ഉണ്ടായിരുന്നു. ലോൺ തുക ഒന്നിനു പുറകെ ഒന്നായിട്ട് വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കുടുംബനാഥൻ ആരോടും പറയാതെ നാട് വിട്ട് പോയി. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതി വെച്ചിട്ട് പോയത്: ഞാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബാങ്കിൽ ഇത്ര രൂപ കടമുണ്ട്, ആ കടം എൻ്റെ പേരിലാണ്. ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ എഴുതി വെച്ച് അദ്ദേഹം പോയി. അദ്ദേഹം മറ്റൊരു നാട്ടിൽ ചെന്ന് കൂലിവേലയെടുത്ത് ജീവിക്കുവാൻ തുടങ്ങി. കിട്ടുന്ന പൈസയിൽ കുറച്ചൊക്കെ ബാങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. മക്കൾ 3 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നവര് പഠനം പ്രതിസന്ധിയുടെ ഒരു സമയത്തെത്തിയപ്പോൾ രണ്ടാമത്തെ മകള് പറഞ്ഞു, ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ മൂത്തതും ഇളയതും പഠിച്ചുകൊള്ളട്ടെ, ഞാനൊരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അമ്മ ഈ മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ കുത്തൊഴുക്ക് മൂലം നഷ്ടപ്പെട്ട മണ്ണിൽ വീണ്ടും അധ്വാനിക്കാനായിട്ട് തുടങ്ങി. ഇപ്രകാരം അവർ അധ്വാനിക്കാനായിട്ട് തുടങ്ങി. അധ്വാനിച്ച് 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുടുംബം ഒന്ന് നിവർന്നു നിൽക്കാറായപ്പോൾ വീണ്ടും ഒരു കാറ്റും കോളും ഉണ്ടാവുകയും സകലതും നഷ്ടപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ കുടുംബം ഒത്തിരി സങ്കടത്തിലായിപ്പോയ ഒരവസ്ഥയായിരുന്നു അത്. ആദ്യത്തെ സങ്കടത്തിന്റെ 1000 മടങ്ങ് ഇരട്ടി ഒരു സങ്കടത്തിൽ നുറുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കുടുംബത്തെ ഞാൻ കണ്ടുമുട്ടാനായിട്ട് ഇടയായത്. ഈ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛാ, ജോബിൻ്റെ ജീവിതത്തിൽ സഹനം ഒരു പ്രാവശ്യമുണ്ടായി. ആ സഹനത്തിൽ നിന്ന് അവൻ കയറിയപ്പോൾ ദൈവം അവന് നഷ്ടപ്പെട്ടത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടായി, ഞാൻ അതിൽ നിന്ന് ഒരു വിധത്തിൽ പച്ച പിടിച്ച് കയറിയപ്പോൾ ദൈവം വീണ്ടും അതിൻ്റെ ഇരട്ടി സഹനമാണല്ലോ അച്ഛാ എൻ്റെ ജീവിതത്തിലേക്ക് തന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ദൈവത്തെ പഴി പറയുകയില്ല. ഞാൻ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഈ അമ്മ ഈ 3 മക്കളെയും വിശ്വാസത്തിൽ ഒരു വ്യതിചലനമില്ലാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നേറി. ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നേറി. വീണ്ടും മാസങ്ങളും 3-4 വർഷങ്ങളും കഴിഞ്ഞപ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 100 ഇരട്ടിയായിട്ട് ദൈവം ഇന്ന് കൃപ ഒഴുക്കുകയാണ്.
ദൈവം ഇന്ന് കൃപയൊഴുക്കുകയാണ്. അവരിൽ നിന്ന് അകന്നുപോയ ഭർത്താവിനെ അവർ തിരിച്ചു കൊണ്ടുവന്നു. കടബാധ്യതകൾ നീങ്ങി. മക്കൾ 3 പേരും നല്ല ജീവിതാന്തസ്സുകളിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് സന്തോഷത്തോടു കൂടെ ജീവിക്കുമ്പോൾ ഇവർക്കുള്ള സമ്പത്ത് ഇവരിന്ന് പങ്കുവെക്കാനായിട്ട് തയ്യാറായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവരെ പോലെ നഷ്ടപ്പെട്ടവർക്ക് അവരിന്ന് സ്ഥലം കൊടുക്കുകയും ഭവനം പണിതു കൊടുക്കാനുമൊക്കെ ആയിട്ട് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകാം, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകാം. നിരാശപ്പെടാനല്ല എൻ്റെയും നിങ്ങളുടെയും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, മറിച്ച് അനുനിമിഷം പ്രത്യാശയിലേക്കും അനുനിമിഷം ജീവിതത്തിലേക്കും നയിക്കാൻ വേണ്ടിയിട്ടാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്: കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കുവാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കേ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിലും ഇതുപോലെയുള്ള കാറ്റും കോളുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിതത്തിൽ ഉണ്ടാകും. ഈ കാറ്റും കോളും വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ദൈവത്തിന്റെ പക്കല് അഭയം തേടാനായിട്ട് ഈ ശിഷ്യന്മാര് തമ്പുരാന്റെ സന്നിധിയോട് ചേർന്നുകൊണ്ട് ജീവിതത്തെ ശക്തമാക്കിയതുപോലെ ഈ ശിഷ്യന്മാര് തമ്പുരാന്റെ സന്നിധിയോട് ചേർന്നുകൊണ്ട് ജീവിതത്തിലെ കരുത്തുള്ളവരായി മാറിയതുപോലെ ഈ ശിഷ്യന്മാര് തമ്പുരാന്റെ സന്നിധിയോട് ചേർന്നുകൊണ്ട് രക്ഷ പ്രാപിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ശക്തമായ വിശ്വാസത്തോടു കൂടെ ദൈവസന്നിധിയിലേക്ക് ജീവിതത്തിലൊന്ന് ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് ചിന്തിക്കാനായിട്ട്, ഒന്ന് മനസ്സ് തിരിഞ്ഞ് പരിശോധിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്കും സാധിക്കണം. നമ്മുടെയും ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കാനായിട്ട് മടി കാണിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. പലപ്പോഴും ഈ മടി കാണിച്ചത് കൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് തകർച്ചകൾ ഉണ്ടായത്. ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട്, തമ്പുരാനാകുന്ന ശക്തിയുടെ ശക്തിയെ എൻ്റെ ജീവിതത്തിൽ കൂട്ടുപിടിക്കാനായിട്ട് കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിൻ്റെ ഭാഗഭാക്കാകുവാനായിട്ട്, കർത്താവിനോട് ചേരാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. എൻ്റെ പ്രാർത്ഥനകൾ അനുനിമിഷം അവൻ്റെ സന്നിധിയിലേക്ക് കരേറ്റാനായിട്ട്, എൻ്റെ ജീവിതത്തെ അനുനിമിഷം വിശുദ്ധമായ ഒരു കാഴ്ചദ്രവ്യമായിട്ട് അവൻ്റെ മുൻപിൽ സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധ്യമാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം പറയുകയാണ്: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. വചനം വളരെ ശക്തമാ പ്രിയമുള്ളവരെ. ജീവിതത്തിൽ തളർച്ചകൾ ഉണ്ടാകാം, ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകാം, ജീവിതത്തിൽ തളർന്നും തകർന്നും പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് കടന്നു വരികയാണ്.
ഈ ദൈവത്തിൽ അനുനിമിഷം ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. തിരുവചനത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് അവിടുന്ന് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട്, ദൈവകൃപയിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കണം. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഈ ശിഷ്യന്മാര് എപ്രകാരമാണ് അവർ തമ്പുരാനോട് കൂടെയായിരുന്നവര് വള്ളത്തിൽ വെള്ളം കയറിയപ്പോൾ അവർ ചെന്ന് യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ്, ഞങ്ങൾ നശിക്കാൻ പോവുകയാണെന്ന്. ഞങ്ങൾ നശിക്കാൻ പോവുകയാണെന്ന് ഈ ശിഷ്യന്മാര് യേശുവിനെ വിളിച്ചുണർത്തി പറയുകയാണ്. അവിടുന്ന് ഉണർന്ന് കാറ്റിനെ ശാസിക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ കാറ്റിനെ ശാസിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവസന്നിധിയോട് ജീവിതത്തെ ചേർത്ത് വെക്കണം. ദൈവസന്നിധിയോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം 20-ാം വാക്യം പറയുകയാണ്, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൻ്റെ ജീവിതത്തിൽ ഏത് കാറ്റും കോളുമുണ്ടായാലും, ഏത് പ്രയാസമുണ്ടായാലും നിന്റെ വിലാപ ദിനങ്ങൾ അവിടുന്ന് അവസാനിപ്പിക്കും. ജോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ആ വിലാപ ദിനങ്ങൾ അവസാനിക്കുമെന്ന് ജോബിന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടല്ലേ ജോബ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ അനുനിമിഷം മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ പറ്റണം. ജീവിതത്തിൽ പറ്റണം. പ്രതിസന്ധി ഉണ്ടാകാം, പ്രയാസമുണ്ടാകാം, രോഗമുണ്ടാകാം, സഹനമുണ്ടാകാം, തള്ളിപ്പറച്ചിലുകളുണ്ടാകാം, ഒറ്റിക്കൊടുക്കലുണ്ടാകാം. ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായിട്ട് വേദനകളുണ്ടാകാം. നീ പ്രതീക്ഷിക്കാത്ത നൊമ്പരങ്ങളും സഹനങ്ങളും ചതിയും വഞ്ചനയും നിന്റെ ജീവിതത്തിലുണ്ടാകാം. എന്ത് തന്നെ ഉണ്ടായാലും നീ ദൈവത്തിൽ മുറുകെ പിടിക്കുക. നീ ദൈവത്തിൽ മുറുകെ പിടിക്കുക. ദൈവത്തിൽ മുറുകെ പിടിക്കുമ്പോൾ എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്ത് തന്നെ നിന്റെ ജീവിതത്തിലുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരും. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കരുത്തിനാൽ ഒന്ന് നിറയപ്പെടണം. ഈ കരുത്തിനാൽ ഒന്ന് നിറയപ്പെടാനായിട്ട് ജീവിതത്തിൽ സാധിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം പറയുകയാണ്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് നിരാശപ്പെടാനായിട്ട് ജീവിതത്തിൽ അവകാശമുണ്ടോ? അനുനിമിഷം പ്രത്യാശയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരാശരായിരിക്കുവാനോ മ്ലാനവതരായിരിക്കാനോ നമുക്ക് അവകാശമില്ല. അനുനിമിഷം അവന് സ്തുതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുവാനായിട്ട്, അനുനിമിഷം അവൻ്റെ സന്നിധിയിൽ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. പ്രിയമുള്ളവരെ, ഒരു ജീവിതമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം സന്തോഷത്തോടു കൂടെ ജീവിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഭയമുണ്ടാകരുതെന്നല്ല, മറിച്ച് ഭയത്തിൻ്റെ അടിമകളായിട്ട് ജീവിതത്തിൽ മാറരുത്. എൻ്റെ ജീവിതത്തിൽ ഈ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ
എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസം എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. കാറ്റടിച്ചത് കൊണ്ടല്ലേ ആ തടാകത്തിലെ കടലിലെ വെള്ളം ഇളകിയത്? പ്രിയമുള്ളവരെ, ഒന്ന് തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ വെള്ളം ഇളകിയതല്ല പ്രശ്നം, മറിച്ച് കാറ്റടിച്ചതാണ്. കാറ്റടിച്ചത് കൊണ്ടാണ് വെള്ളം ഇളകിയത്. ഈ കാറ്റ് എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈശോ നമ്മളോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്പവിശ്വാസത്താൽ നിറയപ്പെടാതെ അധിക വിശ്വാസത്താൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒന്നെത്താനായിട്ട് സാധിക്കണം. രക്തസ്രാവക്കാരി സ്ത്രീ എത്തിയതുപോലെ, അന്ധയാചകനായ ബർത്തമിയൂസ് നിലവിളിച്ചതുപോലെ. വീണ്ടും നോക്കിക്കേ, ബത്സയിദ കുളക്കരയിലെ തളർവാദ രോഗി പറയുകയാണ്, വെള്ളമിളകുമ്പോൾ എന്നെ ഇറക്കാനായിട്ട് ആരുമില്ല. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും മറ്റുള്ളവർ ഇറങ്ങി ചെന്ന് സൗഖ്യപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള വേദനയുടെ അവസ്ഥകളുണ്ടാകാം, ഇതുപോലെയുള്ള സഹനത്തിൻ്റെ അവസ്ഥകളുണ്ടാകാം, ഇതുപോലെയുള്ള രോഗത്തിൻ്റെ പീഡകളുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട്, തമ്പുരാൻ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയാണ്, അവൻ എൻ്റെ ജീവിതത്തിൻ്റെ കരുത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നീങ്ങാനായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം പറയുന്നത് പോലെ, അങ്ങയോട് അവർ വിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. ദൈവത്തിൽ അന്യനിമിഷം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കാനായിട്ട് നമുക്കൊരോരുത്തർക്കും സാധ്യമാകണം. അപ്രകാരം ദൈവാനുഗ്രഹത്തെ അന്വേഷിക്കാനും ജീവിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അവിടുന്ന് അനുഗ്രഹമാക്കുകയാണ്. പ്രിയമുള്ളവരെ, നിരാശയിലേക്കല്ല, മറിച്ച് പ്രത്യാശയിലേക്കും രക്ഷയിലേക്കുമാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകടച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ഈശോനാഥ, എൻ്റെ ജീവിതത്തിൽ നിരാശയുണ്ട്, എൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ട്, എൻ്റെ ജീവിതത്തിൽ രോഗമുണ്ട്, എൻ്റെ ജീവിതത്തിൽ സഹനമുണ്ട്. ഇതെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ദൈവകൃപയെ അന്യനിമിഷം അന്വേഷിക്കുവാനും ദൈവികതയുടെ പരിപാലനയാൽ നിറയപ്പെട്ട് ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.